നഗരത്തിൽ യുവാവിനെ കുത്തിക്കൊന്നു. പാമ്പാടി സ്വദേശി വിനീതാണ് കൊല്ലപ്പെട്ടത്. മദ്യപ സംഘങ്ങൾ തമ്മിലുള്ള തർക്കമാണ് ഈ അരും കൊലപാതകത്തിലെത്തിയത്. ഇന്നലെ രാത്രി 11:30ഓടെയായിരുന്നു നാടിന് നടുക്കിയ കൊലപാതകം. മാങ്ങാനം സ്വദേശിയായ പ്രതി ശ്രീകാന്തിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 11:30-ക്കാണ് കോട്ടയം നഗരമധ്യത്തിൽ ഈ കൊലപാതകം നടക്കുന്നത്. മാങ്ങാനം സ്വദേശിയായിട്ടുള്ള ശ്രീകാന്ത് പാമ്പാടി കോത്തല സ്വദേശിയായിട്ടുള്ള വിനീതിനെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഏകദേശം 11 മണിയോടെ എടുക്കുന്ന സമയത്താണ് നഗരത്തിലെ ഒരു ബാറിൽ നിന്ന് വിനീതും സുഹൃത്തുക്കളും മദ്യപിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നത്. അതേ ബാറിൽ നിന്ന് തന്നെ മദ്യപിച്ചതിന് ശേഷമാണ് ശ്രീകാന്തും പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇവർ തമ്മിൽ നേരത്തെ ഒരു തരത്തിലുമുള്ള പരിചയമില്ല. അവിടെ വെച്ച് ശ്രീകാന്ത് വിനീതിൻ്റെ ഫോൺ ആവശ്യപ്പെടുന്നു. ഒരാളെ വിളിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വാങ്ങുന്നത്. വിനീത് ഫോൺ നൽകുന്നു. എന്നാൽ ഈ ഫോൺ തിരിച്ചു നൽകാൻ ശ്രീകാന്ത് തയ്യാറായില്ല. അത് ആദ്യം വാക്കേറ്റത്തിലേക്കും തുടർന്ന് കയ്യാങ്കളിയിലേക്കും ഒക്കെ തന്നെ നീളുകയായിരുന്നു. ഈ സമയത്ത് കയ്യിൽ കരുതിയിരുന്ന മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് ശ്രീകാന്ത് വിനീതിൻ്റെ നെഞ്ചിൽ ആഴത്തിൽ കുത്തുകയായിരുന്നു. ഏകദേശം 5ലധികം തവണ വിനീതിനെ ശ്രീകാന്ത് കുത്തിയിട്ടുണ്ട് എന്നാണ് കോട്ടയം വെസ്റ്റ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ സമയത്ത് തന്നെ ഈ ആക്രമണം നടക്കുന്ന അതേ സമയത്ത് തന്നെ ഏകദേശം ഒരു 200 മീറ്റർ മാറി പോലീസിൻ്റെ രാത്രികാല പെട്രോളിംഗ് സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. ഈ പോലീസുകാർ ഉടൻ തന്നെ അവിടേക്ക് എത്തി ഈ രണ്ടുപേരെയും ആദ്യം തന്നെ പിടിച്ചു മാറ്റുന്നതുമൊക്കെ തന്നെ പോലീസാണ്. ഈ പിടിച്ചു മാറ്റാൻ ചെന്ന പോലീസുകാർക്കെതിരെയും ഈ പ്രതിയായിട്ടുള്ള ശ്രീകാന്ത് ആക്രമിക്കാൻ ശ്രമമുണ്ടായി. അതിസാഹസികമായാണ് പോലീസ് സംഘം ഈ പ്രതിയായിട്ടുള്ള ശ്രീകാന്തിനെ പിടികൂടിയത്. കുത്തേറ്റ് വീണ വിനീതിനെ വളരെ പെട്ടെന്ന് തന്നെ പോലീസ് സംഘം ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ അതിന് മുൻപ് തന്നെ വിനീതിൻ്റെ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ശ്രീകാന്തിനെ കസ്റ്റഡിയിലെടുക്കാനും പോലീസിന് കഴിഞ്ഞു. മദ്യലഹരിയിലായിരുന്നു ആക്രമണമെന്നാണ് പോലീസ് പറയുന്നത്. മറ്റേതെങ്കിലും തരത്തിലൊരു കാരണം ഇല്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ നിലവിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദ് എസ് ടി, മാതൃഭൂമി ന്യൂസ്.